ലോക്ക്ഡൌണിന് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നിന്നും ഒരു സ്ത്രീയെ കാണാതാവുന്നു. ഒരു മാസം നീണ്ട അന്വേഷണത്തിന് ശേഷം ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. അതും 275 കിലോമീറ്ററുകൾക്കപ്പുറം പാലക്കാട് നിന്നും. പ്രതി 35-കാരനായ പ്രശാന്ത്, കൊല്ലപ്പെട്ടത് 42-കാരിയായ സുചിത്ര. സുചിത്രയും പ്രശാന്തും പ്രണയത്തിലായിരുന്നു. ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നതും. പലപ്പോഴും സുചിത്രയും പ്രശാന്തും പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിന്നും മാറി ഒരുമിച്ച് താമസിക്കുമായിരുന്നു. ആയിടെയാണ് സുചിത്ര ഗർഭിണിയാണെന്ന സംശയം അവരിൽ ഉണ്ടാവുന്നത്. ഈ കാരണത്താൽ പ്രശാന്ത് സുചിത്രയെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും യുവതി പിന്മാറാൻ തയ്യാറായില്ല. പിന്നീട് എപ്പോഴും ഇവർ തമ്മിൽ വഴക്കായി. ഗർഭവിവരം പുറത്തറിയുമ്പോൾ തന്റെ കുടുംബം തകരുമെന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുമെന്നും പ്രശാന്ത് കരുതി. ഒടുവിൽ സുചിത്രയെ ആരും അറിയാതെ തീർക്കുവാൻ തീരുമാനിച്ചു. അതിനായി തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഭാര്യ വീട്ടിൽ കൊണ്ടുവിടുകയും എന്നിട്ട് സുചിത്രയെ തന്ത്രപൂർവ്വം പാലക്കാട്ടെ വീട്ടിലെത്തിച്ച് കേബിൾ വയർ കഴുത്തിൽ മുറുക്കി കൊന്നുകളയുകയുമായിരുന്നു. ശേഷം ആദ്യം കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. സുചിത്രയുടെ ഭാരം കാരണം ഒറ്റയടിക്ക് സംസ്കരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പ്രതി